സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തേർഡ് മൊഡ്യൂൾ ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇത് നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കുക ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിൽ വരുന്ന ആ ഒരു തിയറി നമ്മൾ മനസ്സിലാക്കി, അതിൽ വരുന്ന ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കിനി അതിലെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഓർക്കാൻ പറ്റിയാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എ ക്യാൻലിവർ 1.25 മീറ്റർ ലോങ്, അപ്പോൾ ലെങ്ത്ത് 1.25 മീറ്ററാണ്, അതായത് 1250 mm ആണ്. ഓഫ് സെക്ഷൻ 100 mm വൈഡ് ആൻഡ് 160 mm ഡീപ്പ്, അപ്പോൾ വിഡ്ത്ത് 100 mm ആണ്, ഡെപ്ത്ത് 160 mm ആണ്. ക്യാരീസ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 50 kN അറ്റ് ഫ്രീ എൻഡ്. അപ്പോൾ നോക്കുക, ക്യാൻലിവർ ആണല്ലേ, ക്യാൻലിവറിൻ്റെ ഫ്രീ എൻഡിൽ എന്ത് ചെയ്യുന്നു, 50 kN ലോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 50 kN ലോഡ് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ഫ്രീ എൻഡ്. നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ രണ്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പും അതുപോലെ ഡിഫ്ലക്ഷനുമാണ് നമ്മൾ കാണുന്നത്. ടേക്ക് E = 2 × 10⁵ Nm² ആണ്. അപ്പോൾ നമുക്ക് E = 2 × 10⁵ Nm² ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ dy/dx ഉം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് y ആണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. dy/dx നമ്മൾ കാണണം, വൈയും കാണണം. അപ്പോൾ നമുക്ക് ഈ കേസിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയത് ക്യാൻലിവർ ആണെന്ന് മനസ്സിലായി, ക്യാൻലിവറിൽ പോയിന്റ് ലോഡാണെന്ന് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഓർമ്മ വരണം. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ ഓർമ്മ വരിക, നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഷോർട്ട് കീവേഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ, 22 അല്ല, അതായത് നമ്മൾ പഠിച്ച ഓർഡറിൽ ആദ്യത്താണ് ക്യാൻലിവർ വിത്ത് പോയിന്റ് ലോഡ്, പിന്നെ ക്യാൻലിവർ വിത്ത് UDL ആണ്, പിന്നെ SSB വിത്ത് മിഡ് പോയിന്റ് ലോഡാണ്, പിന്നെ SSB വിത്ത് UDL ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും 22, 31, 33 പറയുന്ന ഒരു കീവേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളെ WL/2E ആണ്. ആ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, ആ ഇക്വേഷനിൽ നമ്മൾ 22, 33 അപ്ലൈ ചെയ്താൽ നമുക്ക് സ്ലോപ്പും ഡിഫ്ലക്ഷനും കിട്ടും. ഈ രണ്ട് ഇവിടെ കൊടുത്താൽ WL² ആയി, ഈ രണ്ട് ഇവിടെ WL/EI ആണ് നമുക്ക് ഇക്വേഷൻ അല്ലേ, സോറി എഴുതിയ മാറിപ്പോയി, WL/EI ആണ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഈ രണ്ട് ഇവിടെ കൊടുത്താൽ WL² ആയി, ഈ രണ്ട് താഴെ കൊടുത്താൽ WL²/2EI. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നമ്മുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് എന്ത് ചെയ്യുക, WL³ 3EI. സോ നമുക്ക് അങ്ങനെയാണ് എന്ത് ചെയ്യുക, സ്ലോപ്പും ഡിഫ്ലക്ഷനും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ഓർക്കുമ്പോൾ ആലോചിച്ച് നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല അല്ലേ. 22, 33 ആ ഒരു ഓർഡർ പഠിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് കുറവാണ്. നമുക്ക് അടുത്ത കേസ് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ, അതായത് നമ്മുടെ ക്യാൻലിവറിൽ UDL വരുന്ന കേസ് എങ്ങനെയായിരുന്നു, 22, 33 കഴിഞ്ഞാൽ പിന്നെ 26, 38 ആണ് അല്ലേ. അടുത്ത കേസ് എങ്ങനെയാണ് വരുന്നത്, 216, 348 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും ഈ 3 പഠിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല അല്ലേ. ഈ 2, 1 ഇവിടേക്ക് 2ൻ്റെ 6 ഇടയ്ക്ക് 1 കയറ്റിയാൽ അടുത്തായി, 3ൻ്റെ 8ൻ്റെ ഇടയ്ക്ക് 1 കയറ്റിയാൽ അടുത്തായി. അത് SSB വിത്ത് പോയിന്റ് ലോഡ് നമുക്ക് കിട്ടും, മിഡ് പോയിന്റ് ലോഡ് കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ ക്യാൻലിവർ വിത്ത് UDL, ഇത് നമ്മുടെ SSB വിത്ത് മിഡ് പോയിന്റ് ലോഡ്. പിന്നെ വലിയൊരു ഇക്വേഷൻ വരും നമ്മുടെ SSB വിത്ത് UDL വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് മനസ്സിലാവും ഇക്വേഷനിൽ അറിയാത്ത ടേംസ് ഏതൊക്കെയാണ് ഇവിടെ നമുക്ക് ഇക്വേഷൻ കാണണ്ടായിരിക്കും. അതായത് ഓക്കെ, ഇത് നമ്മുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ WL²/2EI. അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്തൊക്കെ അറിയാം, W നമുക്കറിയാമല്ലോ, എന്താ W നമുക്കറിയാം, L നമുക്കറിയാം, Lഉം അറിയാം, അപ്പോൾ WL² കിട്ടി. 2EI, E നമുക്കറിയാം അല്ലേ, E തന്നിട്ടുണ്ട്. ഇനി I ആണ് നമുക്കറിയാത്തത്. I എന്താണ്, I മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഇപ്പോൾ എന്താണ് അല്ലേ, 100 mm വൈഡും 160 mm ഡീപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതൊരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്, ക്രോസ് സെക്ഷനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് റെക്റ്റാങ്കുലറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് BDQ/12 അല്ലേ, ഓർമ്മയില്ലേ, BDQ/12 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് I കാണാം. അത് വെച്ച് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പോലെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ സ്വന്തമായി ടൈപ്പ് ചെയ്ത് പഠിക്കാം. പിന്നെ അതിൻ്റെ സ്പീഡിൽ പറയുവാണ്, കാരണം നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത് മനസ്സിലായി. സോ ഇനി എന്ത് ചെയ്യുക, ഡിഫ്ലക്ഷൻ കിട്ടണം. ഇക്വേഷൻ നമുക്കറിയാലോ, WL³ ആണല്ലോ. എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഓരോ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുക, W സ്ഥാനത്ത് W കൊടുക്കുക, L³ കൊടുക്കുക, 3 × Eൻ്റെ സ്ഥാനത്ത് E കൊടുക്കുക, Iൻ്റെ സ്ഥാനത്ത് I കൊടുക്കുക. ഫൈനൽ നമുക്ക് ആൻസർ 4.76 mm കിട്ടും. അപ്പോൾ അത് സ്ലോപ്പ് കിട്ടി, ഇവിടെ നമ്മുടെ ഡിഫ്ലക്ഷനും കിട്ടി.
സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലം നോക്കുക. സെയിം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വ്യത്യാസം ചിലപ്പോൾ നമ്മുടെ കണ്ടീഷൻ മാത്രമായിരിക്കും. എ കാൻലിവർ ഓഫ് ലെങ്ത്ത് 6 മീറ്റർ ഈസ് ക്യാരിങ് എ UDL ആണ് കേട്ടോ. അപ്പോൾ നോക്കുക UDL ആണ്. അപ്പോൾ നമുക്ക് UDL എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ കോഡ് മനസ്സിലേക്ക് വരണം അല്ലേ. 26ഉം 32ഉം ആണ് അല്ലേ. അതായത് WL/EI ആണ്. 26 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, WL² ആണ്, ഇവിടെ 6EI. പിന്നെ മറ്റേ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഡിഫ്ലക്ഷൻ ഇക്വേഷൻ WL/EI 38 കേട്ടോ, 32 അല്ല 38, WL3/3/8EI വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കാം. എ കാൻലിവർ ഓഫ് ലെങ്ത്ത് 6 മീറ്റർ, അപ്പോൾ ലെങ്ത്ത് 6 മീറ്റർ ആണ്, അതായത് 6000 mm, ഈസ് ക്യാരിങ് UDL ഓഫ് 16 kN/m അല്ലേ. 16 എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ W ആണ്. 16 പ്രത്യേകം ശ്രദ്ധിക്കണം, UDL ആകുമ്പോൾ സ്മോൾ ലെറ്റർ W ആണ് കേട്ടോ. 16 kN/m എന്ന് പറഞ്ഞാൽ W ആക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ മുന്നേ 16 എന്ത് ചെയ്യുക, kN/m നമ്മൾ Nm/m ആക്കി മാറ്റി. ഓക്കെ, kN/m നമ്മൾ Nm/m ആക്കി മാറ്റി. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഡിഫ്ലക്ഷൻ എടുത്ത ഫ്രീ ഹാൻഡിൽ ഡിഫ്ലക്ഷൻ കാണണം. ഇഫ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഈസ് 95 × 10⁻⁷ mm/4. ഓക്കെ, അപ്പോൾ നമുക്ക് 95 × 10⁻⁷ ഇവിടെ 7 ആണ് കേട്ടോ, ഇവിടെ 7 ആണ്. അപ്പം നമുക്ക് ഓൾറെഡി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം, നമ്മൾ പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല. 95 × 10⁻⁷ mm/4 തന്നിട്ടുണ്ട്. ഇത് 7 ആണ്. ടേക്ക് ഈ നമ്മൾ തന്നിട്ടുണ്ട് 2 × 10⁵ Nm/m². നമ്മുടെ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഭാഗം കാണാനുള്ളത് കാൽക്കുലേറ്റ് ദ ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷൻ മാത്രമേ കാണാനുള്ളൂ. ഓക്കെ, ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ 26ഉം 38ഉം പറഞ്ഞു. ആ 3 ഇവിടെ കാണുന്നുണ്ടായിരിക്കും, 8 ഇവിടെയും കാണുന്നുണ്ടായിരിക്കും. ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ W എന്ന് പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ W വെച്ചുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന പോലെ കണ്ടോ, നമ്മൾ W ഇവിടെ കൺവേർട്ട് ചെയ്യണം അല്ലേ. ക്യാപിറ്റൽ W എന്ന് പറഞ്ഞാൽ സ്മോൾ w × L ചെയ്യാം. 16000 × നമ്മുടെ 6 മീറ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 96000 N ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, സ്മോൾ w 16000 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളിവിടുത്തെ ഈ Nm/m നമ്മൾ എങ്ങോട്ട് മാറ്റുന്നത്, വെറും ന്യൂട്ടനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. Nm/m ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ നമുക്ക് മീറ്ററിനെ ഒഴിവാക്കണം. മീറ്ററിനെ ഒഴിവാക്കണം എന്ത് ചെയ്യണം, നമ്മൾ Nm/m ഈ 16000 ഇവിടെ എഴുതി ഇൻറ്റു എന്ത് ചെയ്യണം, നമ്മുടെ ലെങ്ത്ത് എത്രയാണ്, ലെങ്ത്ത് 6000 mm നമ്മളിവിടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ 6000 mm എഴുതാൻ പാടില്ല, നമ്മൾ 6 മീറ്ററിന് എഴുതാം അല്ലേ. എന്നാലേ നമുക്ക് 16000 ഇവിടെ 16000 Nm/m ഇൻറ്റു 6 മീറ്റർ. അപ്പോൾ അപ്പോഴേ നമുക്ക് മീറ്റർ ക്യാൻസൽ ആവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിവിടെ ഈ മീറ്റർ തന്നെ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. സോ നമുക്ക് 96000 N ആയിരിക്കും നമുക്ക് ക്യാപിറ്റൽ W കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ഫൈനലി നമുക്ക് ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 13.642 mm കിട്ടും. ഡിഫ്ലക്ഷൻ നമുക്ക് mm കിട്ടും. വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനും വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ ചെയ്ത അതേപോലത്തെ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇക്വേഷൻസ് മാത്രമേ മാറുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമാണ്. ഞാൻ പ്രത്യേകിച്ച് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇക്വേഷൻസ് നമുക്ക് ഓർത്ത് എടുക്കാൻ പറ്റുന്ന ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഐഡിയ നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ഈ പ്രോബ്ലം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ പഠിച്ച പോലത്തെ പ്രോബ്ലം തന്നെയാണ്. ഈസി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്, ഡയറക്റ്റ് വാല്യൂസ് കൊടുത്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ സൊല്യൂഷൻസ് നോക്കി ചെയ്യാൻ പാടില്ല, നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം സൊല്യൂഷനിലേക്ക് നോക്കുക കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതും നമ്മൾ പഠിച്ച പോലത്തെ സെയിം ടൈപ്പിനാണ്. ഇക്വേഷൻ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഏത് ഇക്വേഷൻ ചൂസ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ ഹോംവർക്കായി ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ്. സോ ഇതോടുകൂടി നമ്മുടെ 3rd മൊഡ്യൂൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്കും, നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ എല്ലാ ടോപ്പിക്കും എന്താണ് നമുക്ക് എക്സാം പോയിൻ്റ് സ്ഥിരമായി ചോദിക്കുന്നതാണ്. സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം.
ഓക്കെ, നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.